ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ലിവർപൂൾ വേഴ്സസ് മാൻ യുണൈറ്റഡ് ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൻ്റെ മാച്ച് റിയാക്ഷൻ. ആൻഫീൽഡ് പോയി നമ്മളവരെ വെള്ളം കുടിപ്പിച്ച കളി, അല്ലെങ്കിൽ ലിവർപൂളിനെ ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം, ഓൾമോസ്റ്റ് 10 വർഷത്തിന് ശേഷം നമ്മൾ ആൻഫീൽഡിൽ പോയിട്ട് തോൽപ്പിച്ച കളി. വേർ അവർ മഗ്ഗു അണ്ണൻ ഈസ് ദ ഹീറോ ആൻഡ് റൂബൻ അമോറിം റൂത്ത്ലെസ് ആയി റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സ് പുറത്തെടുത്ത് മൊട്ടത്തലയനെ പറ്റിച്ച കളി. പക്ഷേ ഈ ഒരു ഗോളത്തിൽ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബ്ലേസർ അല്ലെങ്കിൽ കോട്ട് പുറത്തെടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന സംഭവത്തിൽ ഞാൻ ത്രൂ ഔട്ട് ഞാൻ ഈ ബ്ലേസർ ഇട്ട് തന്നെ സംസാരിക്കും. കാരണം കുറച്ച് സ്വാഗിൻ്റെ ആവശ്യമുണ്ട്. കാരണം കുറേ കരച്ചിലും പിഴിച്ചിലും കുറേ ട്രോളുകളും കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞൊരു 24 ഹവേഴ്സായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കും മാൻ യുണൈറ്റഡിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്. അല്ല, ഇപ്രാവശ്യം ചെറിയൊരു മാറ്റമുണ്ട്. അത് നമ്മുടെ ആർച്ച് റൈവൽസ് ആയിട്ടുള്ള ലിവർപൂളിൻ്റെ കരച്ചിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി അവർ വിചാരിച്ചിട്ടില്ല ഇത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ആൻഫീൽഡ് ഷോക്ക്. അവിടെ പോയിട്ട് നമ്മൾ അവരുടെ മണ്ടയ്ക്ക് നോക്കി ഷോക്ക് അടിപ്പിച്ച് അതാണ് ഉണ്ടായത് ഗൈസ്. സോ എഗെയിൻ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ കോട്ട് ഊരില്ല. ഞാൻ ഈ കോട്ട് ബട്ടൺ വരെ ഇട്ട് കോട്ട് ഊരില്ല. ഈ വീഡിയോ ചെയ്യണമെങ്കിൽ കോട്ട് ഊരാതെ ചെയ്യണം. കാരണം നമ്മൾ ആൻഫീൽഡിൽ പോയിട്ട് നമ്മുടെ ആർച്ച് റൈവൽസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അതും ചെറിയ ജയമൊന്നുമല്ല. കളി തുടങ്ങി 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ 1 മിനിറ്റ് 3 സെക്കൻഡിൽ തന്നെ നമ്മളൊരു ഗോള് അവരുടെ തലയ്ക്കും മുകളിൽ കൂടെ പായിപ്പിച്ച് അവർ ഞെട്ടിച്ചു. അതൊരു ഞെട്ടൽ. പിന്നെ നമ്മളൊന്ന് ഞെട്ടി, അതായത് അവരൊരു ഗോൾ അടിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, കളി തീരുമാനമായി, എല്ലാ പ്രാവശ്യത്തെയും പോലെ തീരുമാനമായി, ഇതിപ്പോൾ വലിയ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനൊരു റിയാക്ഷനും കൊടുത്തു. ഞാൻ 2 ഗോൾ വന്നപ്പോഴും, നമ്മൾ ഗോൾ അടിച്ചപ്പോഴും അവർ ഗോൾ അടിച്ചപ്പോഴും ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ 90 മിനിറ്റ്സ് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ലിവർപൂളിനെ കുക്ക് ചെയ്ത് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി. അത് നമ്മുടെ ലൈവ് വാച്ച് ലോങ് ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. താല്പര്യമുള്ളവർ, ലിവർപൂൾ ഫാൻസ് അധികം താല്പര്യം ഉണ്ടാവില്ല. കാരണം കരഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ വീണ്ടും കരച്ചിൽ വരുത്താൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. സോ ബേസിക്കലി വേറെ ഏത് ഫാൻസിലും അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഞെട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അവരെ ഒന്നും കൂടി ഞെട്ടിക്കുന്നു. 83-ാം മിനിറ്റിൽ മെഗ്വർ അണ്ണൻ്റെ തലയിൽ വന്ന് വീണ പന്ത് നേരെ കയറി ചെന്നത് അവരുടെ ഗോൾ പോസ്റ്റിനുള്ളിലോട്ട്. ഹൃദയം ഭേദകമായ ആ കാഴ്ച നമ്മൾ ചിരിച്ചുകൊണ്ട് കണ്ടു ഗൈസ്. നമ്മൾ ചിരിച്ചുകൊണ്ട് കണ്ടു. കാരണം കുറേ വർഷമായിട്ട് ഓങ്ങി വെച്ചൊരു സംഭവമായിരുന്നു. ഇപ്പോൾ കുറേ പേര് വന്നിട്ട് പറയും ഇതെന്ത്, ഒരു കളി ജയിച്ചതല്ലേ. എന്നാൽ അങ്ങനെയല്ല. ഈ കളിക്ക് അതിനേക്കാട്ടും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് ആൻഫീൽഡിലാണ് നടക്കുന്നത്. അവിടെ നമ്മൾ 2016 ശേഷം കളി ജയിച്ചിട്ടില്ല. എത്രയോ മാനേജേഴ്സ് വന്നു പോയി, ഇൻക്ലൂഡിങ് മൊറീനോ വരെ വന്നിട്ട് പോയി. എന്നിട്ട് നമുക്ക് ആൻഫീൽഡ് പോയി ജയിക്കാൻ പറ്റിയിട്ടില്ല. സോ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ അതിന് താഴെ കമൻറ്റ് തന്നെ വേണം. 2016 ശേഷം ഏത് മാനേജറാണ് യുണൈറ്റഡ് ടീമിനെ എടുത്ത് ആൻഫീൽഡ് കൊണ്ടുപോയി കളി ജയിപ്പിച്ച് കൊണ്ടുവന്നത്? ആ മാനേജറുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം മീഡിയ ആയാലും റൈവൽ ഫാൻസ് ആയാലും ഇൻക്ലൂഡിങ് നമ്മുടെ ഫാൻസ് പോലും അമോറിമിനെ നാളെ ചവിട്ടി പുറത്താകണമെന്ന് പറഞ്ഞിരുന്ന ഫാൻസിൻ്റെ മുമ്പിലാണ് അയാൾ ആൻഫീൽഡ് പോയി കളി ജയിച്ചത്. ഞാൻ വീണ്ടും പറഞ്ഞ സംഭവമാണ്, ദിസ് ഈസ് അവർ മാനേജർ. ഈ മാനേജറിനെ സപ്പോർട്ട് ചെയ്യുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ഒപ്പീനിയനാണ്. ഇനി നമുക്ക് നമ്മുടെ മാച്ചിലോട്ട് വരാം. അതായത് ഞാനിവിടെ പറയാൻ വന്ന ഫസ്റ്റ് പേര്, നിങ്ങളെല്ലാവരും ഇൻക്ലൂഡിങ് റൈവൽ ഫാൻസ് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പേരാണ് ഹാരി ഫക്കിംഗ് മാഗ്വയർ. ഹാരി മാഗ്വയർ. കാരണം അയാൾ ഇത്രയും കാലം ഒരു വലിയ ട്രോളായി നിന്നിട്ടും അയാൾ തിരിച്ചു വന്ന് പ്രൊഫഷണലായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അയാൾ ടീമിലോട്ട് തിരിച്ചു വന്ന് അയാളിപ്പോൾ മാൻ യുണൈറ്റഡ്, ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ഇംഗ്ലണ്ട്, ആ ക്ലബിൻ്റെ ക്ലച്ച് പ്ലെയറാണ് ഇപ്പം ഹാരി മാഗ്വയർ. റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ ഗൈസ്. നിങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ഹി ഡിമാൻഡ്സ് റെസ്പെക്റ്റ്. ആൻഫീൽഡിൽ അവരുടെ തലയുടെ മുകളിൽ കൂടെ ബുള്ളറ്റ് പോലത്തെ ഒരു ഹെഡർ അടിപ്പിച്ച് അവരുടെ ഹൃദയം പൊട്ടിച്ച് ഈ ഡിസ്പ്ലേയിൽ കാണാം ഹാരി മാഗ്വയർ. ഞാൻ ഒരൊറ്റ പേര് നിർത്തുകയാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഹാരി മാഗ്വയറിനെ കുറിച്ചിട്ട്. ഞാൻ അവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാരി മാഗ്വയറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.
ഹാരി മെഗ്വയറാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ക്ലച്ച് പ്ലെയർ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് യുണൈറ്റഡിൻ്റെ ക്ലച്ച് പ്ലെയർ ഹാരി മെഗ്വയർ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം. സോ ഹാരി മെഗ്വയർ, റെസ്പെക്ട് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ട് അയാൾ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെക്കാട്ടൊക്കെ എത്രയോ ട്രോളി ആൾക്കാരോട് ഉണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ റെസ്പെക്ട് ഹാരി മെഗ്വയർ. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത പേര് ബ്രയാൻ എംബൂമോ, നമ്മുടെ എംബൂമോൻ. ബ്രയാൻ എംബൂമോ ലിവർപൂൾ ത്രെറ്റ് ആവും എന്നുള്ളത് ലിവർപൂൾ ഫാൻസ് എല്ലാവരും പറഞ്ഞ സംഭവമായിരുന്നു. ഞാനത് ആക്ച്വലി മനസ്സിലാക്കിയൊരു കാര്യമാണ്. പക്ഷേ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് അറിയണമെന്നില്ല. പക്ഷെ കളി തുടങ്ങി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും എംബൂമോൻ്റെ ബുള്ളറ്റ് പോലത്തെ ഒരു ഷോട്ടാണ് അവരുടെ വലയിൽ കയറിയത്. ആ ഗോൾ കയറിയ സമയത്ത് ആൻഫീൽഡിലെ സൈലൻസ് ആണ്. ആ ആൻഫീൽഡിലെ സൈലൻസ് ആയിരുന്നു നമ്മുടെ വിൻ. അവിടെ നിന്നാണ് കളി മാറിയതും അവിടെ നിന്നാണ് നമ്മൾ കളി പിടിച്ചെടുത്തതും. ഫസ്റ്റ് മിനിറ്റ് തന്നെ, ഞാൻ പറഞ്ഞ 50, 55, 60 മിനിറ്റ് അല്ല, ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ആൻഫീൽഡിനെ സൈലൻസ് ആയിക്കൊണ്ടാണ് ആ ഗോൾ കയറി ചെന്നത്. ആ ഗോളിലാണ് യുണൈറ്റഡ് വിൻ ചെയ്തത് എന്ന് ഞാൻ പറയും. ഞാൻ പേഴ്സണലി കണ്ടത് ഇന്നലെ അത് തന്നെയാണ്. മുഹമ്മദ് സല ഒന്നും ആവാത്തൊരു സ്ഥലത്ത് എംബൂമോ എല്ലാമായ ഒരു ഗെയിം. ശരിയാണ്, സല വേൾഡ് ക്ലാസ് പ്ലെയറാണ്. പക്ഷേ ഇന്നലെ വേൾഡ് ക്ലാസ് പ്ലെയർ എവിടെ പോയി? ലിവർപൂൾ ഫാൻസ് നിങ്ങൾ പറഞ്ഞതാ, എവിടെ നിങ്ങളുടെ വേൾഡ് ക്ലാസ് പ്ലെയർ? എവിടെ നിങ്ങളുടെ ഓറ ഡിഫെൻഡിങ്? എവിടെ നിങ്ങളുടെ 150 മില്യൺ കൊടുത്ത് വന്ന ഫ്ലോറിയൻ ഫ്ലവർവേസ്? എവിടെ നിങ്ങളുടെ 120 മില്യൺ റെക്കോർഡ് ബ്രേക്കിംഗ് സൈനിൽ കൊടുന്ന അലക്സാണ്ടർ മിസാക്ക്? ഞാൻ ട്രോളുന്നതിന് കാരണങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഇതേ ട്രോളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെയും ട്രോൾ ചെയ്തത്. അപ്പോൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്, കേട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഇനി ജയിച്ചു വരുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ട്രോളാനുള്ള സമയം ഞങ്ങൾ തരും, അപ്പോൾ ട്രോളാം. പക്ഷേ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അമാദിനെ കുറിച്ചിട്ടാണ്. അമാദ് കുറേ കളികളായിട്ട് നമുക്കറിയാം ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് നമ്മുടെ ഒരു ടീം ഷേപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീം പെർഫോമൻസിലോട്ടോ അമാദ് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാര്യം എല്ലാവരും പറഞ്ഞത് അയാൾ റൈറ്റ് വിങ് ബാക്കിൽ കളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ കളി എടുത്താൽ അറിയാം അമാദിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത്. ആ ഫസ്റ്റ് അസിസ്റ്റ് കൊടുക്കുന്ന അമാദാണ്. അതൊരു പ്രോപ്പർ റണ്ണായിരുന്നു എംബൂമോൻ്റെ. അത് ഓറ ഡിഫൻഡർ പിക്ക് ചെയ്തില്ല. അതേപോലെ തന്നെ ആ സ്പേസിലോട്ട് കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ആ ഒരു പാസ് റൈറ്റ് വെയിറ്റിൽ ആ പാസ് കൊടുക്കാൻ പറ്റിയത് അമാദിൻ്റെ ക്വാളിറ്റിയാണ്. സോ അമാദ് ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ദ ടീം. അമാദ് ആ ഫോമിലോട്ട് തിരിച്ചു വരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ അസിസ്റ്റ് മാത്രമല്ല, പൊതുവേ ആ യെല്ലോ കാർഡ് കിട്ടുന്നവരെ അമാദ് കളിച്ചിരുന്ന കളി അന്യായ കളിയായിരുന്നു. ആ യെല്ലോ കാർഡും അല്ല ആക്ച്വലി. അത് അറിയാലോ, മൈക്കിൾ ഒലിവറാണ്. അത് രണ്ട് ടീംസിനും, ലിവർപൂളിനായാലും മാൻ യുണൈറ്റഡിനായാലും പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുണ്ടായിട്ടില്ല എന്നേ പറയുന്നില്ല. അത് മൈക്കിൾ ഒലിവർ ആയതുകൊണ്ട് മാത്രമാണ്, റെഫറി അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ്. ശരിയാണ്, ഇന്നലത്തെ കളികൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ ക്രോസ് പോകുന്നവരെ. പക്ഷേ ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, കുറേ പേര് ഇന്നലെ ലൈവ് വാച്ചറുകളിൽ ചോദിച്ചു എന്തുകൊണ്ട് ബ്രൂണോനെ സബ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. അമോറിം വെയിറ്റ് ചെയ്യുന്ന ഒറ്റ മൊമെൻറ്റിനാണ് ആ ബ്രൂണോൻ്റെ ഒരൊറ്റ ക്രോസ്. അതിനാണ് അമോറിം ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. ആ ക്രോസ് വേൾഡ് ക്ലാസ് ക്രോസാണ്. ദാറ്റ്സ് എൻ അൺബിലീവബിൾ ക്രോസ്. ആ മെഗ്വയറിന് ഹെഡർ വന്ന ആ അസിസ്റ്റ് സംഭവം അൺബിലീവബിൾ, ബിലീവബിൾ ക്രോസ്. അത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ മൊമെൻറ്റാണ് അമോറിം വെയിറ്റ് ചെയ്തത്. അത് ഇറ്റ് പെയ്ഡ് ഓഫ്. അമോറിം വെയിറ്റ് ചെയ്ത് ആ ഗാമ്പിൾ എടുത്ത സംഭവം ഇറ്റ് പെയ്ഡ് ഓഫ്. അത് വേറൊരു പ്ലെയർക്കും, ഇന്നലെ ആ പിച്ചിലുള്ള വേറൊരൊറ്റ പ്ലെയർക്കും ഇൻക്ലൂഡിങ് ഫ്ലവർവേസിന് പോലും ആ ക്രോസ് ഇടാൻ പറ്റില്ല. ദാറ്റ്സ് എ വേൾഡ് ക്ലാസ് ക്രോസ്. വൺ ടച്ച്, അതായത് ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് ടച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ആ ടച്ചിനെക്കാണ്ട് മുമ്പ് അവർ റിയൽ ഇൻസ്റ്റിങ്ക്റ്റാണ് ബ്രൂണോ കറക്റ്റ് ആ ക്രോസ് കൊടുക്കുന്നത്. അതൊരു അന്യായ ക്രോസാണ്. അത് ഒരു ഡിഫൻഡർക്കും തടുക്കാൻ പറ്റിയൊരു ക്രോസാണ്, ഒരു ഗോൾ കീപ്പർക്കും വന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു ക്രോസാണ്. അൺബിലീവബിൾ ക്രോസ്. ഞാൻ ഇന്നും പറയും അൺബിലീവബിൾ ക്രോസ്. വേൾഡ് ക്ലാസ് പ്ലെയർ. ആ ക്രോസാണ് മക്കളെ. അത് ഞാൻ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ദാറ്റ് ഈസ് അൺഫക്കിംഗ് ബിലീവബിൾ ക്രോസ്. ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം അത്രയും ക്വാളിറ്റി ആയതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ബ്രൂണോ. നമ്മുടെ ക്യാപ്റ്റനാണ്. ഡിസൈസീവ് മൊമെൻറ്റിൽ നമ്മുടെ ടീമിനെ രക്ഷിച്ച ആൾ. നമ്മുടെ എല്ലാവരുടെയും പൊന്നോമന പുത്രനായിട്ടുള്ള സെനെ ലാമൻസ്, നമ്മുടെ പുതിയ ഗോൾ കീപ്പർ. അവനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സെനെ ലാമൻസ് നമ്മുടെ ടീമിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ടീമിലുണ്ടായ കോൺഫിഡൻസ്, നമ്മുടെ ടീം ഗ്രോ ചെയ്യുന്ന രീതി, അതായത് നമ്മുടെ ടീം ഗെയിമിലോട്ട് ഗ്രോ ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞാൽ 100% ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സെനെ ലാമൻസ്. കാരണം സെനെ ലാമൻസിന് മുമ്പുള്ള രണ്ട് ഗോൾ കീപ്പേഴ്സും എത്രത്തോളം പ്രശ്നക്കാരായിരുന്നെന്നും എത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്തവരായിരുന്നെന്നും അതേപോലെ തന്നെ ഡിഫെൻസീവ്ലി അവർ എത്രത്തോളം ശോകമായിരുന്നു നമുക്കറിയാം. സെനെ ലാമൻസ് ടീമിലോട്ട് വന്ന ശേഷം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, ഇൻക്ലൂഡിങ് നമ്മൾ ആൻഫീൽഡ് പോയി കളിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ലൈൻ കംഫർട്ടബിൾ ആണ്.
അതിന് കാരണം സെൻ എലമെൻസ് തന്നെയാണ്. കാരണം സെൻ എലമെൻസ് ബാക്കിൽ ഉണ്ടെന്നും ഒരു പാറ പോലെ അവിടെ ഗോൾ കീപ്പിംഗ് കാക്കുന്നുണ്ടെന്നും നമ്മുടെ ഡിഫൻഡേഴ്സിന് അറിയാം, നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ പന്ത് മിസ്സായാലും നോബഡി ഈസ് വറീഡ്, ദർ ഇസ് സെൻ എലമെൻസ്. ആ ഇസാക്കിൻ്റെ സേവ്, അതിനുശേഷം എത്ര പ്രാവശ്യമാണ് നമ്മൾ ഏരിയയിൽ ആ ബോൾ വിൻ ചെയ്യുന്നത്? അത് ഒനാനിയോ അല്ലെങ്കിൽ ബൈൻഡറോ ആണെങ്കിൽ മിനിമം 3-4 ഇന്നലെ ലിവർപൂൾ അടിച്ചിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. സോ സെൻ എലമെൻസ് ഹാഡ് എ വെരി ഗുഡ് ഗെയിം. ഇനി അങ്ങോട്ട് സെൻ എലമെൻസിനെ ഉള്ളൂ, ഇനി വേറെ ആരും ഇല്ല, അവൻ തന്നെ ഉള്ളൂ. സെൻ എലമെൻസ് കണ്ടിന്യൂ, യു ആർ എ സൂപ്പർ സ്റ്റാർ ഇൻ മേക്കിംഗ്. ഞാൻ ഇന്ന് പറയാണ്, സെൻ എലമെൻസ് ഈസ് എ സൂപ്പർ സ്റ്റാർ ഇൻ മേക്കിംഗ്. ഒന്നുമില്ല, ബേസിക്സ് ഓഫ് ഗോൾ കീപ്പിംഗ് ആണ്, പക്ഷെ അത് ചെയ്യുന്ന രീതി, ആ സലക്ക് കിട്ടിയ ചാൻസിൽ സെൻ എലമെൻസ് അവൻ്റെ മുമ്പിലോട്ട് വന്ന് ഹി മേഡ് ഹിസ് ബോഡി ബിഗർ. അതുകൊണ്ട് തന്നെ സലയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല പുറത്തേക്ക് അടിച്ച് കളയല്ലാതെ. സല ഈസ് എ ക്വാളിറ്റി പ്ലെയർ. അത് ഒനാനിയോ ബൈൻഡറോ ആയിരുന്നെങ്കിൽ അവർ മൂവിയില്ല, അവരെ ഗോൾ പോസ്റ്റിൽ സ്റ്റിക്ക് ചെയ്ത് തന്നേനെ, സലയ്ക്ക് ഈസി ചാൻസ് ആയേനെ. പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഓഫ് സെൻ എലമെൻസ് ബേസിക്സ് ഓഫ് ഗോൾ കീപ്പിംഗ് അറിയാവുന്നതുകൊണ്ട് സെൻ എലമെൻസ് മുമ്പിലോട്ട് വന്നിട്ട് ബോഡി വലുതാക്കി. അത് കാരണം സലയ്ക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. സോ സല എടുത്ത ഉടനെ അടിച്ച് പോയത് പുറത്തോട്ടാണ്. ബിഗ് 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 ക്രെഡിറ്റ് ടു സെൻ എലമെൻസ്. ഇനി ഇതിൽ ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പും അതേപോലെ തന്നെ അമോറിമിൻ്റെ ടാക്ടിക്സും ആയിരുന്നു. പക്ഷേ ഇന്നലെ അമോറിം വന്ന് കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ സംഭവമുണ്ട്, എന്തുകൊണ്ടാണ് സെസ്കോനെ സ്റ്റാർട്ട് ചെയ്യാത്തത്. സോ ഹീ സെഡ് ഇറ്റ്സ് എ ടാക്ടിക്കൽ തിങ്. ആൻഡ് മൂപ്പര് പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൻഡേക്കും അതേപോലെ തന്നെ കൊനാട്ടെ ഒക്കെ ഏരിയയിൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏരിയയിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ഡിഫൻഡേഴ്സാണ്. സോ അതിൻ്റെ ഉള്ളിലോട്ട് സെസ്കോനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമോറിമിന് അറിയാം സെസ്കോ അവിടെ ഫ്ലറിഷ് ആവില്ല എന്നുള്ളത്, അല്ലെങ്കിൽ സെസ്കോയ്ക്ക് അത്ര അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല എന്നുള്ളത്. സോ ഒബ്വിയസ്ലി അമോറിം ടുക്ക് എ ഗാമ്പിൾ, അല്ലെങ്കിൽ ഹി ചേഞ്ച് ദാറ്റ് ടാക്ടിക്കൽ തിങ്. കുനിയനിട്ട കാരണം നമ്മൾ നോക്കിയാൽ അറിയാം, കുനിയ വന്നതിന് ശേഷം വാൻഡേക്കും കൊനാറ്റയും കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരെ മാർക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം എംബൂമോയും കുനിയയും നമ്മുടെ 2 അപ്പ് ഫ്രണ്ടിൽ 2 അറ്റാക്കേഴ്സ്, ഇവർ 2 പേരും ചാനലിലൂടെ റൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡിഫൻഡേഴ്സാണ്. ആൻഡ് കൊനാട്ടെ ആൻഡ് വാൻഡേക്ക് ഹെയ്റ്റ് അങ്ങനത്തെ പ്ലേയേഴ്സിനെ. അവർ ഗ്രൗണ്ടിൽ ബോൾ ക്യാരി ചെയ്ത് അവരുടെ മുന്നോട്ട് വരുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ എനി ഡിഫൻഡർ വിൽ ഹെയ്റ്റ് ദാറ്റ്. അവർക്ക് ഏരിയയിൽ വരുന്ന പന്ത് കുഴപ്പമില്ല. സോ അമോറിം, ബിഗ് സല്യൂട്ട് ടു യു. ആ ടാക്ടിക്കൽ സംഭവം വാസ് എ മാസ്റ്റർ ക്ലാസ് ആ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ശരിയാണ്, നമ്മൾ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പ്രശ്നമായി, പക്ഷെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വി വർ സിറ്റിംഗ് ബാക്ക്, എനിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കൊടുന്ന ടാക്ടിക്കൽ സംഭവം മാസ്റ്റർ ഫക്കിംഗ് ക്ലാസ്. അവിടെയാണ് സ്ലോട്ടിൻ്റെ ഡിസാസ്റ്റർ ക്ലാസ് വന്നത്. സ്ലോട്ട് വാസ് ക്ലൂലെസ്. ഹി ഡിഡ് നോ വാട്ട് ടു ഡു. മൊട്ടത്തലയും ഡിഡ് നോ വാട്ട് ടു ഡു. ആൻഡ് ഹി വാസ് എക്സ്പോസ്ഡ്. അത്രേ ഉള്ളൂ. സ്ലോട്ട് വാസ് എക്സ്പോസ്ഡ്. ആൻഡ് കഴിഞ്ഞ 3-4 മത്സരമായിട്ട് സ്ലോട്ട് ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. കാണാൻ ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. കാരണം ഹീ ഈസ് നോട്ട് എ വേൾഡ് ക്ലാസ് മാനേജർ. ഞാൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞതാണ്, കുറേ ടീം താഴെ പോയതുകൊണ്ടും കുറേ ടീം വളരെ ശോകമായതുകൊണ്ടും ലിവർപൂളിന് ഒരു ചാമ്പ്യൻ ടീം ഉള്ളതുകൊണ്ടും ക്ലോപ്പ് കൊടുത്ത ടീം അത്രയും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സും ആ വേൾഡ് ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് സ്ലോട്ട് വിൻ ചെയ്തത്. സ്ലോട്ട് ടാക്ടിക്കലി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സീസണിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആളൊരു മോശം കോച്ചാണെന്നില്ല, ബട്ട് ഹീസ് നോട്ട് എ വേൾഡ് ക്ലാസ് കോച്ച്. എന്താണ് നമുക്ക് കാണാം, എന്താണ് മീഡിയ എഴുതാൻ പോകുന്നത് നമുക്ക് കാണാം. അമോറിം പോലും 4 കളി അടുപ്പിച്ച് പൊട്ടിയിട്ടില്ല. ലെറ്റ്സ് സീ വാട്ട് മീഡിയ ഈസ് ഗോയിങ് ടു റൈറ്റ് അബൌട്ട് സ്ലോട്ട്. നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് ചില മീഡിയാസിനോട് പറയാനുള്ളത്, ചില മീഡിയാസ് അമോറിമിൻ്റെ ബോഡി ലാംഗ്വേജ് ചെക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു. പറ്റുകയാണെങ്കിൽ സ്ലോട്ടിൻ്റെ ബോഡി ലാംഗ്വേജ് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ ആൻഫീൽഡിലോട്ട് വിടണമെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്, അഭ്യർത്ഥനയുണ്ട്. മീഡിയ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞു വന്ന അമോറിം നോസ് ദ പ്ലേയേഴ്സ് ബെറ്റർ, അമോറിം നോസ് ദ സിസ്റ്റം ബെറ്റർ. നമ്മളാരും കോച്ചല്ല. നമുക്ക് കോച്ചായിട്ട് പ്രിറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോച്ചാണ് നമുക്ക് സ്വയം വിചാരിക്കാം. നമ്മളാരും കോച്ചല്ല. നമുക്കാർക്കും ആ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്നോ ആ പ്ലേയേഴ്സ് എങ്ങനെ കളിക്കുന്നു അറിയില്ല. അതൊരു കോച്ചിന് മാത്രമേ അറിയുള്ളൂ. സോ ഒരു ലൈനപ്പ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സപ്പോർട്ട് ദ ലൈനപ്പ് അല്ലെങ്കിൽ യു ക്യാൻ ക്രിട്ടിസൈസ് ദ ലൈനപ്പ്. പക്ഷേ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്കായിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ദ ലൈനപ്പ്. നമ്മളൊക്കെ പണ്ട് അലക്സ് ഫെർഗൂസൺ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വി യൂസ് ടു ടേക്ക് ഗാമ്പിൾ. ലൈക്ക് നമ്മൾ ബോക്സിൽ കുറേ ബോഡീസിന് ഇടും, എന്നിട്ട് 1-1 ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ജയിക്കാനായിട്ട് ബോക്സിൽ കുറേ ബോഡീസിന് ഇടും. ദെൻ വി യൂസ് ടു പുട്ട് ക്രോസസ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സോ അമോറിം ഹ്യൂജ് റെസ്പെക്ട് ടു യു. ആ സംഭവം ചെയ്തതിൽ ഹീ ടുക്ക് 1 ഔട്ട് ഓഫ് അലക്സ് ഫെർഗൂസൺസ് നോട്ട്ബുക്ക്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഹീ ടുക്ക് ദ ടാക്ടിക്കൽ ചേഞ്ച്. അത് പണ്ട് അലക്സ് ഫെർഗൂസൺ ചെയ്യുന്നതാണ്. ഇന്ന് കാണുന്ന ടാക്ടിക്കോസ് പറയും എന്തുകൊണ്ട് നമുക്ക് ലൈൻ ബ്രേക്കിംഗ് പാസ് ഇല്ല, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ 1 ടച്ച് കളിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഓവർലോഡ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. ഫുട്ബോൾ ഈസ് വെരി സിമ്പിൾ, ഡോണ്ട് കോംപ്ലിക്കേറ്റ് ഇറ്റ്. പിന്നെ എനിക്ക് പറയുന്ന സംഭവം നമ്മുടെ ലിവർപൂളിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കാരണം ഞാൻ കണ്ടു വളർന്ന ലിവർപൂൾ ഇതായിരുന്നു. സോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലിവർപൂൾ എന്താണെന്ന് അറിയില്ല. ശരിക്കുള്ള ലിവർപൂൾ, ഞാൻ കണ്ടു വളർന്ന ലിവർപൂൾ കേട്ടോ, 2002 ശേഷമൊക്കെ കണ്ടു വളർന്ന ലിവർപൂൾ ഇതേ ലിവർപൂൾ തന്നെയായിരുന്നു. ഒരു ക്ലൂലെസ് ആയിട്ടുള്ള കുറേ മാനേജേഴ്സ് വരും, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്ലേയേഴ്സ് ഒന്ന് കാണിക്കും. ജേമി കാരിഗറിനെ പോലുള്ള സെൽഫ് ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുറച്ച് ഡിഫൻഡേഴ്സ് ഉണ്ടാവും. അതാണ് ലിവർപൂൾ. ഞാൻ കണ്ട് വളർന്ന ലിവർപൂൾ അതാണ്. സോ ഹോപ്പ്ഫുള്ളി നമ്മൾ അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് നമുക്ക് വിചാരിക്കാം. പിന്നെ
ഇതൊരു തുടക്കമാവട്ടെ. ഈ മാച്ച് റൂബൻ അമോറിം അറ്റ് മാൻ യുണൈറ്റഡിലെ തുടക്കമാവട്ടെ. കാരണം നമ്മൾ ആദ്യമായിട്ട് ബാക്ക് ടു ബാക്ക് ഗെയിംസ് വിൻ ചെയ്തിരിക്കുകയാണ് അണ്ടർ റൂബൻ അമോറിം. ആൻഡ് ദാറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ തിങ്. അത് വളരെ ടഫായിട്ടുള്ള സംഭവമാണ്. കാരണം പ്ലെയേഴ്സ് അഡാപ്റ്റ് ചെയ്യണം അവരുടെ പുതിയ സിസ്റ്റത്തിലോട്ട്, അമോറിമിൻ്റെ പുതിയ സിസ്റ്റത്തിലോട്ട് അവരെല്ലാവരും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ബാക്ക് ടു ബാക്ക് ഗെയിംസ് വിൻ ചെയ്യാറുന്ന ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ ആ വിൻ ചെയ്ത ഗെയിം ഏതാണെന്നും അതേപോലെ തന്നെ ആ ഗെയിമിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നും കണക്കിലെടുക്കുമ്പോൾ ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ ലെറ്റ് സീ വേർ വി വിൽ ഫിനിഷ് ഇൻ ദിസ് സീസൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ എഴുതാം. അതേപോലെ തന്നെ ബ്രൈറ്റനെതിരെ നമ്മൾ എങ്ങനെ കളിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. ഐ എം വെയിറ്റിംഗ്. ബ്രൈറ്റനെതിരെയുള്ള മാച്ച് ഐ എം വെയിറ്റിംഗ്. ലെറ്റ് സീ ഹൗ വി പ്ലേ. ഇതേ മെൻറ്റാലിറ്റിയാണ് അല്ലെങ്കിൽ ഇതേ പെർഫോമൻസ് ആണെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗുഡ് സീസൺ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്നും അതേപോലെ തന്നെ റൂബൻ അമോറിം ടാക്ടിക്സ് ഇവിടെ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ മെയിൻ ചോദ്യം, ഈ സീസണിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ട്രോഫീസ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ലീഗിൽ ഫിനിഷ് ചെയ്യുമെന്നോ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ദിസ് ഈസ് മിറാജ് വിത്ത് ദ സ്വാഗ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ.